തന്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുകയും പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും പറയുന്ന നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ഫിറോസ് ഖാനാണ്. നമസ്കാരം അജിൻ. നമസ്കാരം. അഖിൽമാരാര് പറയുമ്പോൾ പോലും അഖിൽമാരാര് വ്യക്തികളുടെ പേര് സൂചിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് ഇങ്ങനൊരു സാധനം കൊടുക്കുമ്പോൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാതെ അത് കൃത്യമായി പറയണം. ഈ ബിഗ് ബോസിലുള്ള ഒരുപാട് ലേഡീസിനെയാണ് അത് ബാധിച്ചിരിക്കുന്നത്. ഇവരൊക്കെ പുറത്ത് ചിരിച്ച് കാണിക്കുന്നെങ്കിലും അവരെല്ലാം അവരുടെ വീട്ടുകാരുൾപ്പെടെ ദുഃഖിക്കുകയാണ്. അപ്പൊ ഇന്ന് ഏതൊക്കെ സ്ത്രീകൾ ബിഗ് ബോസിൽ പോയിട്ടുണ്ട്, ഓഡിയൻസിന്റെ വിചാരം വഴങ്ങി കൊടുത്തിട്ട് തന്നെ ആണെന്നുള്ളതാണ്. അത് തിരുത്തണ്ട്. വക്കീൽമാരാർ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളത് പുള്ളിയുടെ ധർമ്മമാണ്. അവിടെ പോയൊരു വ്യക്തി എന്ന് ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ വഴങ്ങി കൊടുത്തിട്ട് കയറുന്നത് ഒന്നാണോ ബിഗ് ബോസ്? അഖിൽമാരാരെ പോലൊരു വ്യക്തി, അഖിൽമാരെ പോലെ 10 വ്യക്തി എന്ന് പറഞ്ഞാൽ എനിക്ക് പുല്ല. എന്തുകൊണ്ട് ലാലേട്ടന്റെ അല്ലെ മോഹൻലാലിന്റെ ആങ്കറിങ് കൊള്ളത്തില്ല? നിങ്ങൾ പറയുന്ന എല്ലാം അതേ കണക്ക് പറയാനല്ല എൻ്റെ ജോലി. എനിക്കും അതിനകത്ത് എത്തിക്സ് ഉണ്ട്. അങ്ങനെ തിരുത്താൻ പറ്റുമല്ലോ. സിനിമയിൽ സ്ക്രിപ്റ്റിൽ പോലും ഇവർ കൈകടത്തി തിരുത്തുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ എമൗണ്ട് അതിൽ കൈപ്പറ്റുന്ന ഒരാൾ 18 കോടിയെന്നും 19 കോടിയെന്നും ഒക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഒരു സീസൺ. നന്മ മരം കളിച്ച് നിൽക്കേണ്ടുള്ള അതിന് ഏറ്റവും വലിയ മണിക്കുട്ടനെ പോലുള്ളവർക്കൊക്കെ ട്രോഫി കിട്ടുമ്പോഴാണ് എനിക്ക് ആ ഷോയോട് ഒരു പുച്ഛം തോന്നുന്നത്. ഈ സീസൺ 6 ഒട്ടും യോഗ്യതയില്ലെന്ന് ഫിറോസ് ഖാൻ തോന്നിയ വ്യക്തികൾ ആരൊക്കെയാണ്? എല്ലാവരും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലോണിന്റെ പുതിയ ചർച്ചകളിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇതിനോടൊപ്പം ഉള്ളത് തന്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുകയും പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും പറയുന്ന നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ഫിറോസ് ഖാനാണ്. നമസ്കാരം അജിൻ. നമസ്കാരം. അങ്ങനെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഞാൻ എപ്പോഴും നോക്കുമ്പോഴേ ഓരോ സ്റ്റൈലാ. അതാണ് എക്സ്പെഷ്യലി അജിന്റെ ഏത് ഇന്റർവ്യൂവിന് ഞാൻ വരുമ്പോഴും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈലായിരിക്കും. ഇല്ലേ? നമുക്ക് കാണുമ്പോൾ സന്തോഷമാണ്. അതെ, അത് മനഃപൂർവ്വം അല്ല. ആ എന്തെങ്കിലും ഞാൻ ചേഞ്ച് വരുന്ന സമയത്തായിരിക്കും നമ്മുടെ ഇന്റർവ്യൂ വരുന്നത്. ഇപ്പൊ ഓരോ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും വിവാദങ്ങളിൽ ഫിറോസ് ഖാൻ കാണും. എന്താണ് അതിന്റെ സത്യം? അല്ല, വേറൊന്നുമല്ല. വിവാദങ്ങളിലെ ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് തുറന്നു പറയാൻ പേടിയുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുന്നു. അത് പക്ഷേ വിവാദമായി മാറുകയാണ്. സത്യം മനസ്സിലാക്കാതെ ചിലർ അതിനെ എതിർത്ത് പറയും. ചിലർ ഒരു കാര്യവുമില്ലാതെ ഇവൻ അത് പറഞ്ഞല്ലോ, ഇവൻ ആരാ പറയാനെന്ന് പറഞ്ഞിട്ട് തെറി വിളിക്കാൻ ഉണ്ടോ എന്ന് പറഞ്ഞ് തെറി വിളിക്കുന്നവരുണ്ടാകും. ഇതൊക്കെ സമ്മിശ്രമായിട്ട് കാര്യങ്ങൾ വരും. അതാണ് വിവാദമായി അങ്ങ് മാറുന്നത്. ഫിറോസ് ഖാനെ കണ്ട നാൾ മുതൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഒരു സ്റ്റാർ വാലി അങ്ങോട്ട് മാറ്റി വെച്ച പറയേണ്ടത് ആരുടെ മുഖത്ത് നോക്കി ഉറപ്പായിട്ടും പറയും. ആ ഒരു ധൈര്യം ഇവിടുന്ന വന്നേ. ആ ഒരു ധൈര്യം വന്ന് എന്ന് പറയുന്നത് അതിൻ്റെ ബ്ലഡിലുള്ള സാധനമാണ്, പണ്ടേ ഉള്ളൊരു സാധനമാണ്. പക്ഷെ അതുകൊണ്ട് ദോഷങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കത്തില്ല, അയ്യോ എനിക്കൊരു വാല്യൂ ഉണ്ട്, എനിക്ക് അഭിനയിച്ച് നിന്നാ പോരെ, എനിക്കിങ്ങനെ ഇടപെടേണ്ട ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ടില്ലേ? ഇല്ല, അങ്ങനെ ഒരിക്കലും ഞാൻ ചിന്തിക്കില്ല. കാരണം ഞാനെന്ന ഹ്യൂമൻ ബീങ് ഇങ്ങനെയാണ്. അതിന് പട്ടിണി നടക്കേണ്ടി വന്നാലും ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്കൊരു മാറ്റമില്ല. പറയും. ഞാൻ ആരെയും കുറിച്ച് ഒരിക്കലും ഒരു കളവായ കാര്യമല്ല ഞാൻ പറയുന്നത്. എനിക്ക് പൂർണ്ണമായി അതിൽ സത്യസന്ധത ഉണ്ട് എന്ന് പറയുന്നത് അറിയാവുന്ന ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ പ്രതികരിക്കാറുള്ളൂ. അല്ലെ അതിനെക്കുറിച്ച് ഞാൻ പറയാറുള്ളൂ. അല്ലാതെ ഊഹിച്ച് ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ബിഗ് ബോസിലുള്ള തന്നെ പല താരങ്ങളും ഊഹാപോഹം അല്ലെ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് പറയുന്നവരുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നത്. എനിക്ക് വ്യക്തമായ അതിൽ എനിക്ക് ഇതിങ്ങനെയാണ് എന്നെനിക്ക് വ്യക്തമായി ബോധ്യമുള്ള ഒരു കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഫിറോസിക്ക് ഓരോ ലൈവ് പോകുന്ന സമയത്തും ആളുകൾ പറയാറുണ്ടോ ഫെയിമിന് വേണ്ടിയാണെന്ന്? അങ്ങനെ ഫെയിമിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു ബേസിക്കലി ഒരു ഡാൻസറും കൂടിയാണ്. അങ്ങനെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ ഡാൻസ് ചെയ്ത് എനിക്ക് എൻ്റെ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ റീൽ ഇട്ടാൽ മതിയല്ലോ. ഇതിനേക്കാൾ എനിക്ക് റീച്ച് കിട്ടത്തില്ലേ? എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക്. അത് കൂടാതെ കലാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. ഏഷ്യാനെറ്റിലെ ഏറ്റവും ഹിറ്റായിരുന്ന ഒരു ഷോ ആയിരുന്നു ഡേഞ്ചറസ് ബോയ്സ്. അതിൻ്റെ A to Z ഞാൻ തന്നെയാണ് ചെയ്തത്, ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും. അത്തരം പരിപാടി ഇനി വേണമെങ്കിലും എനിക്ക് ചെയ്താൽ ഇതിനേക്കാൾ ഏറെ റീച്ച് കിട്ടും. അപ്പോൾ രാജകുമാരനല്ലെങ്കിലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഇത് ജനം ഏറ്റെടുക്കും. അത്രത്തോളം നമ്മൾ എഫോർട്ട് ഇടുന്നുണ്ട്, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യവുമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇങ്ങനെ സംസാരിച്ചിട്ട് തന്നെ വന്ന് ഫേം ആവണമെന്നൊന്നും അത് ആ തോന്നൽ തന്നെ, മറ്റുള്ളവർക്കുള്ള ആ തോന്നൽ തന്നെ ഒരു തെറ്റായ സംഭവമാണ്. പക്ഷെ എനിക്ക് തെറ്റെന്ന് തോന്നിയെടുത്ത് ഞാൻ പ്രതികരിക്കും. ഉറപ്പായിട്ടും നമ്മൾ നിലപാട്. ഇന്ന് ഫിറോസ് ഖാനെ ഞാൻ വിളിച്ചതിന് തന്നെ റീസണ്, നമ്മുടെ വിളിയിലെല്ലാം ഒരു കൂടിച്ചേരലുണ്ടാകും. എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ വന്നിട്ടായിരിക്കും വിളിച്ചത്. ഞാൻ വിളിച്ചതിന്റെ കാരണം ബിഗ് ബോസ് സീസൺ 1 മുതൽ ഇന്ന് 6 വരെ എത്തി നിൽക്കും അല്ലേ? യെസ്. അതായത് ഫിറോസ് ഖാന്റെ കഴിവ് ബിഗ് ബോസിൽ തന്നെ നമ്മൾ കണ്ട് തെളിഞ്ഞൊരു വ്യക്തികളുമാണ് നമ്മൾ. താങ്ക് യു. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ? ഞാനിത് പല വേദികളിലും പല ലൈവുകളിലും ഒക്കെ ഞാൻ പറഞ്ഞു, 101% ഇത് റിയാലിറ്റി ഷോയാണ്, സ്ക്രിപ്റ്റ് അല്ല.
നമ്മൾ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഗെയിമേഴ്സ് അതിനകത്ത് പോയി ഒന്നും പറഞ്ഞു തരുന്നില്ല. നമ്മളൊരു ഗെയിമിനകത്ത് അകപ്പെടുകയാണ്. ഒരു ഐസൊലേറ്റഡ് പ്ലേസിൽ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ ഒന്നിച്ചിട്ടിട്ട് അവർക്ക് ഇവരെ തമ്മിൽ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ പോലും അവരെ ഫ്രണ്ട്ഷിപ്പിനെ പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിമുകൾ തരും അവർ. എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ഗെയിമാണ്. ആ ഗെയിം സ്പിരിറ്റോടെ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഈ കാണുന്ന പ്രേക്ഷകർക്കാണെങ്കിൽ പോലും ഇതിന്റെ യാത്ര എങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ട്. അതാണ് അതിനെപ്പറ്റി ഒന്ന് പങ്കുവെക്കും. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അജിനും ഞാനും അതിനകത്ത് ചെല്ലുന്നു. അകത്ത് നിന്നായിരിക്കും നമ്മൾ കാണുന്നത് പോലും ഒരു പക്ഷേ. അപ്പോൾ കാണുമ്പോൾ ഞാനുമായിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അതിനകത്ത് ആദ്യം തുടങ്ങുമെങ്കിലും പക്ഷേ ഈ ബിഗ് ബോസ് എന്ന അവർക്കൊരു ഗെയിമുണ്ട്. അവർ ഓൾറെഡി ഓരോ ഗെയിമുകൾ തരും അതിനകത്ത്. ഈ ഗെയിമുകൾ നമ്മൾ തമ്മിൽ പിരിയേണ്ട സാധനങ്ങൾ അതിനകത്ത് കൊണ്ടുവരും. അത് സ്ക്രിപ്റ്റഡ് അല്ല. നമുക്കിപ്പോൾ ഒരു ഗെയിം അവർ തരികയാണ്. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ടോട്ടലി വരുന്ന ഗെയിം മനസ്സിലായി. അപ്പോൾ ആ ഗെയിമിൽ നമുക്ക് ഗെയിം സ്പിരിറ്റ് കൂടെ അവർ തരുവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ബിഗ് ബോസിൽ ചെന്നത് ഫ്രണ്ട്ഷിപ്പ് കൂടാനല്ല, വിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വിൻ ചെയ്യാനുള്ള പവറുള്ളവരെ അതിനകത്ത് വിടുള്ളൂ. അപ്പം നമ്മളെ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ഉപരി നമ്മൾ അത് വിൻ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. അതുകൊണ്ടാണല്ലോ ആ ഗെയിമിൽ വരുന്നത് നമ്മൾ. സോ നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ മാറ്റം അത് നമ്മൾ ചിലപ്പോൾ നമ്മൾ തമ്മിൽ എന്നേക്കുമായുള്ള ഫ്രണ്ട്ഷിപ്പ് വരെ ചിലപ്പോൾ പേഴ്സണലി എടുത്താൽ മാറിപ്പോണ്ട സാധനങ്ങൾ അതിൽ വരും. അങ്ങനെ വന്നിട്ടുണ്ടോ? എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സീസണിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പ്രൊവോക്ക് ചെയ്ത ഒരാളാണ്. വെറുക്കത്തൂല്ല. അപ്പൊ അത്രമാത്രം ഞാൻ മറ്റ് കണ്ടസ്റ്റന്റ്, ഞാനൊരു ഗെയിമറായിട്ടാണ് അതിനകത്ത് നിന്നത്. ഞാൻ ഫിറോസിലുപരി ഒരു ഗെയിമറായിരുന്നു. ഞാൻ മറ്റുള്ളവരെ ഞാൻ ഗെയിമറായിട്ടാണ് കണ്ടത്. അപ്പോൾ മാക്സിമം അതിനകത്ത് എത്ര കണ്ടന്റ് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം നമ്മൾ സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ നിന്ന് ആ 2 മാസത്തോളം സ്ക്രീൻ സ്പേസ് നമുക്ക് തന്നെയായിരുന്നു. പക്ഷേ അപ്പം മനസ്സിലാക്കാനുള്ളത്, പുറത്തിറങ്ങിയിട്ട് ഈ എൻ്റെ സീസണിലുള്ള എല്ലാവരുമായിട്ട് സൗഹൃദം സൂക്ഷിക്കുന്ന ഒരേ ഒരാൾ ഞാനാണ് ഇപ്പോഴും. തിരിച്ചവർ ചെറിയ കാര്യമല്ല അല്ല. അപ്പോൾ അതിനകത്ത് എൻ്റെ സീസണിൽ അതിനകത്ത് ഫ്രണ്ട്ഷിപ്പ് കൂടി ഒരുപാട് പേരുണ്ട്. അവരിന്ന് പുറത്ത് കണ്ടാൽ പോലും മിണ്ടില്ല. കാണുമ്പോൾ തന്നെ വഴിമാറി പോകുന്നവരുണ്ട് ഇന്നും. അതിനകത്ത് പല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആൾക്കാർ. പക്ഷേ ഞാൻ അതിനകത്ത് അടിയും ബഹളമായിട്ട് നിന്ന ഒരാളാണ്. പക്ഷേ പുറത്ത് എല്ലാവരുമായിട്ട് പറയുന്നുണ്ട്, ഇവിടുന്ന് ഇറങ്ങിയ ഞാൻ ഗെയിം അവിടെ ഉപേക്ഷിച്ചു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് എനിക്കില്ല. പക്ഷെ എന്നാലും കാണുന്ന ജനങ്ങളെ മണ്ടന്മാരാക്കുമെന്ന് പലപ്പം തോന്നിയിട്ടുണ്ടോ? അതായത് ഏത് സീസൺ നോക്കിയാലും ഒരു പ്രണയ ജോഡി കാണും, അല്ലെങ്കിൽ ഒരു വിന്നർ ആകുമെന്ന് സാധ്യതയുള്ളൊരുത്തം കാണും, ഒരു ജിമ്മം കാണും. അത് സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ? അല്ല, അത് ഈ പ്രണയവും ആദ്യം മനസ്സിലാക്കേണ്ടുള്ള അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് ഒന്നും അവർ പറഞ്ഞയക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്നൊന്നും പറയുന്നില്ല. ഉറപ്പ് 100% ഉറപ്പാണ്. കാരണം ഞാൻ അവിടെ നിന്നതുകൊണ്ട് എനിക്കറിയാം. പക്ഷേ ഇതിനകത്ത് ചെന്ന് ഈ കണ്ടസ്റ്റന്റ് തമ്മിൽ ഒരു അവർ ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് രണ്ടുപേർക്ക് പേഴ്സണലി അറിയാം, നമ്മൾ അകത്ത് വെച്ച് കാണുന്നു, നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ്. അതാണ് ഇപ്പോഴത്തെ സീസണിൽ ഞാൻ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഗബ്രിയും ജാസ്മിനും തമ്മിൽ നടന്നത്. ഉറപ്പല്ലേ, ചോറുണ്ണുന്നവർക്ക് കണ്ടാൽ അത് എന്ത് പ്രണയമാണത്? ഒരു ദിവസം കൊണ്ടൊന്നും പ്രണയം പൊട്ടി മുളയ്ക്കത്തില്ല, പറ്റില്ല. അതുമല്ല, അത് അവർ പ്രണയമെന്ന് പറയുന്നതുമില്ല. എന്നാൽ പ്രണയിക്കുന്നവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അവർ ചെയ്യുന്നുമുണ്ട്. ഒരു ഫ്രണ്ട്സ് ചെയ്യുന്നതിന് മേളാണല്ലോ അവർ ചെയ്യുന്നത്, മനസ്സിലായി. എന്നാൽ അവരുടെ ആ വാക്കുകളിൽ പ്രണയം നമുക്ക് തോന്നുന്നുണ്ട്. ഒരു ഫ്രണ്ട്സിന് ഉമ്മ കൊടുക്കുന്നത് തെറ്റില്ലെന്നാ പറയുന്നത്. ഉമ്മ കൊടുക്കാം, പക്ഷെ അവരുടെ ഉമ്മ അങ്ങനെയാണ്. അതെ, അവർ പ്രണയാർദ്രമായിട്ടുള്ള ഉമ്മയാണ് കൊടുക്കുന്നത്. പിന്നെ അവരുടെ ആ ഒരു കെയറിങ് ഒക്കെ പ്രണയാർദ്രമായിട്ടാണ്. പക്ഷെ അത് ജനങ്ങളെ ഇങ്ങനെ ഇട്ട് മണ്ടരാക്കുന്ന രീതിയിലുള്ളൊരു പ്രണയമാണ്. ശരിക്കും ജനങ്ങൾ മണ്ടന്മാർ തന്നെ ആയിപ്പോയി. മണ്ടന്മാരായിട്ടല്ല, ഈ മണ്ടന്മാരാണെങ്കിൽ വെറുക്കില്ലല്ലോ ഇവരെ. മണ്ടന്മാരാണ് ജനങ്ങൾ. മണ്ടന്മാരാണെങ്കിൽ ഇവരെ ഒരിക്കലും വെറുക്കില്ല. ഇപ്പം ഈ ജാസ്മിനെയും ഗബ്രിയെയും ഇത്രമാത്രം ഹേറ്റേഴ്സ് വരാനുള്ള കാര്യം എന്താണ്? മണ്ടനാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ശ്രമിക്കുകയാണ് അവർ ചെയ്യുന്നത്. പറയുന്നത് ജാസ്മിന്റെ ഗബ്രിയുടെ ഗെയിം ആയിരുന്നു അത്. 101% ഗെയിം അല്ലേ. പക്ഷെ ഇത്രയും വൃത്തിയായിട്ട ഗെയിം ഒരിക്കലും കളിക്കാൻ പാടില്ലെന്ന്. പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പുറത്ത് വിവാഹം കഴിക്കാൻ ഒരാളെ സമ്മതത്തോടെ ചെയ്തു വെക്കുന്നു, ഓക്കെ. ബിഗ് ബോസിനകത്ത് കയറിയിട്ട് ഞാൻ എൻ്റെ പ്രണയമല്ലെന്ന് പറയുന്നത് അതാർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ആലോചിച്ച് വെച്ചിരുന്ന പയ്യനല്ലോ പോയല്ലോ. അത് ജാസ്മിന് മനസ്സിലായി കാണുമോ? ഒരു പരിധിവരെ മനസ്സിലായി കാണും. അതാണ് ഏതോ സായി വന്ന് പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ അവൻ സൂചിപ്പിച്ചു. ആക്ച്വലി അത് സൂചിപ്പിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ അവിടെ സൂചിപ്പിച്ചതിന് ശേഷം അന്നത്തെ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും ഇവിടെ ആകെ ഡെസ്പായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അച്ഛന് ബ്ലോക്ക് വന്നപ്പോൾ പോലും അച്ഛന് ബ്ലോക്ക് വന്നെന്ന് പറഞ്ഞപ്പോൾ പോലും, വന്നെന്നല്ല, വന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും കരച്ചിൽ അഭിനയിക്കാത്ത അല്ലെങ്കിൽ കരയാത്ത ജാസ്മിൻ ഈ ഒരു കാര്യത്തിൽ പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടു. അവൾ ഡെസ്പായിരുന്നു ഒരാഴ്ച. പക്ഷെ അവൾ റിക്കവറായി. എന്ന് പറഞ്ഞാൽ അതല്ലേ അടുത്ത ആളെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വരുന്നൊരു സാധനം. ജാസ്മിനെ ഗബ്രി എടുത്ത് നോക്കുവാണെങ്കിൽ ബെസ്റ്റ് പ്ലെയർ ആരായിരിക്കും?
ഉറപ്പായിട്ട് ജാസ്മിൻ തന്നെയാണ്. അപ്പൊ ജാസ്മിന്റെ സപ്പോർട്ടിലാണോ ഗബ്രി നിന്നത് ഇത്ര നാൾ? ഉറപ്പായിട്ട് അവൻ ഇൻഡിവിജ്വലായിട്ട് കളിച്ച ഇതിനെക്കാട്ടി കളിച്ചേനെ ഉറപ്പായിട്ട് കളിച്ചേനെ. ഈ രണ്ടുപേരും ആക്ച്വലി നല്ല ഗെയിമേഴ്സ് ആണ്. ഇവർ ഇൻഡിവിജ്വലായിട്ട് കളിച്ചിരുന്നെങ്കിൽ വേറെ ഈ ഗബ്രി ഒന്നും ഇപ്പോഴും ഔട്ടായി പോവില്ല. ഈ ജാസ്മിൻ്റെ നട്ടല്ലായിട്ട് അല്ലെങ്കിൽ ജാസ്മിൻ്റെ പാവാടത്തുമ്പിൽ നടന്നത് കൊണ്ടാണ് ഗബ്രി ഔട്ടായി പോയത്. അത് 100% ഇനി എന്തെന്നൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ഇനി ഗബ്രി വന്ന് ഇതിനകത്ത് എന്ത് പറഞ്ഞാലും ശരി തന്നെ, അതാണ് എൻ്റെ സത്യം. അല്ല, പറയാനുള്ള നിലപാടുകൾ പറയും, അത്രേ ഉള്ളൂ. ഉറപ്പായിട്ട് ജാസ്മിൻ്റെ പാവാടത്തുമ്പിൽ പിടിച്ചു നടന്ന ഒരാളാണ് ഗബ്രി. അത് മാറ്റിവെച്ച് അവൻ കളിക്കുകയായിരുന്നെങ്കിൽ അവന് വേറൊരു തലത്തിൽ കളിക്കാമായിരുന്നു, ജാസ്മിനും കളിക്കാമായിരുന്നു. ഇവർ രണ്ട് ബെസ്റ്റ് 5-ലും വന്നേനെ. ഇപ്പം നമ്മളെല്ലാവരും നോക്കുന്ന സമയത്ത് ജാസ്മിന് ഫുൾ എതിരെ ആൾക്കാർ. പക്ഷെ 23 വയസ്സുള്ള ആ ഒരു പെൺകുട്ടിയെ നോക്കുമ്പം ശരിക്കും ഇറങ്ങി കഴിയുമ്പോൾ തകർന്നു പോകത്തില്ലേ? തകരത്തില്ല. അവൾക്ക് 23 വയസ്സുള്ളെങ്കിലും പക്വത ഭയങ്കരമായിട്ടുള്ളൊരു കുട്ടിയാണ്. പിന്നെ മറ്റുള്ളവരെന്ത് പറയുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആ കുട്ടിയെ ബാധിക്കാത്ത ഒരു പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാണം കെട്ടൊരു ഗെയിം അതിനകത്ത് കളിച്ചത്. ആ കുട്ടിക്ക് വ്യക്തമായിട്ടറിയാം, പുറത്തൊരാൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളിതിനകത്ത് കയറിയിരിക്കുന്നു, പുറത്തൊരാൾ കാണും ഈ നാടകം, ഉമ്മ കൊടുക്കുന്നത്, ഒരു പുരുഷനും ഉമ്മ കൊടുക്കുന്നത്, കെട്ടിപ്പിടിക്കുന്നത്, അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അവനെ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണണം. ഇതൊക്കെ എന്ന് പറയുന്നത് അത്രയും തൊലിക്കട്ടിയുള്ള ഒരു വ്യക്തിക്ക് പറയാൻ പറ്റൂ. അയാൾ പോയാൽ പോലും കുഴപ്പമില്ലെന്നുള്ളൊരു ചിന്ത അവൾക്കുണ്ട്. പക്ഷെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ആ വ്യക്തി ലൈവിൽ പറഞ്ഞത്, എനിക്കൊരു വാക്ക് തന്നിട്ടാ പോയത്, ഇതിനകത്തൊരു പ്രണയം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വരും, കാത്തിരിക്കണമെന്ന് പറഞ്ഞിട്ടാ പോയത്. എന്നിട്ടും ആ റൂട്ട് മാറ്റുമ്പോൾ അത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടാണല്ലോ അവൻ പോയത്. അവൻ നല്ല ഗട്സ് ഉള്ള ഒരുത്തന്നെ ആയതുകൊണ്ടാണ് തുടർന്ന് പോകാൻ. അവൻ പക്ഷെ വേദനയോട് കൂടിയാണ് അവൻ ലൈവ് ഇട്ടു, അവൻ പരിപാടി നിർത്തി. അവന്റെ സ്ഥാനത്ത് ഫിറോസ് ഖാനാണ് എന്ത് ചെയ്തേനെ? ഇതിന് മുന്നേ പോയേനെ. ഇതിന് ഇത്ര ദിവസം കാത്തിരിക്കില്ല. ഡേ 1 തന്നെ പോയേനെ. നമുക്കറിയാലോ ഒരു കളി കാണുമ്പോൾ ഡേ 1 തന്നെ പറഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ പ്രതികരിച്ചായിട്ടായിരിക്കും പോകുന്നത്. മനസ്സിലായി? ഒരു ലൈവ് നമ്മൾ തീർക്കത്തില്ല. ഇപ്പൊ ഗബ്രി എന്ന് പറഞ്ഞാൽ ഒരു പയ്യൻ ഇറങ്ങുന്ന അവനും പോയി 2 പൊട്ടിച്ചേന്. മനസ്സിലായ? നമ്മളൊരു രീതി അതാണ്. പക്ഷെ ആ പയ്യൻ നല്ല, അവന്റെ ആ ഇൻസ്റ്റാഗ്രാമിൽ അവനൊരു വലിയ അവന്റെ എഴുത്തുണ്ടായിരുന്നു. അതിൽ അവന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ ക്വാളിറ്റി ഉള്ള ഒരു പയ്യനായിരുന്നു അത്. അവൻ പിന്നീട് ഇതിന്റെ ബാക്കിൽ നടക്കി ഒന്നും ചെയ്തില്ല. വളരെ ക്വാളിറ്റി ഉള്ളൊരു പയ്യനാണ്. അതുപോലെ തന്നെ സീസൺ 1 മുതൽ ഇന്ന് 6-ൽ എത്തി നിൽക്കുക. സീസൺ 6-ലാണ് ഇത്രയും നെഗറ്റീവ് ബിഗ് ബോസിന് വരുന്നത്. അതെന്തോ ഫിറോസ് ഖാന് തോന്നിയത്? ശത്രുതയാണോ? ഒന്നുമില്ല, ശത്രുതയല്ല. നെഗറ്റീവ് വരുന്ന കാര്യം സീസൺ 6 എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കുക, ബിഗ് ബോസ് എന്നുള്ളത്, ബിഗ് ബോസിൻ്റെ ആ പവർ കയ്യിലിരിക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ കയ്യിലാണ്. ബാക്കി അതിനകത്ത് ഡയറക്ടർക്കോ അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനോ ഒന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ആ കണ്ടസ്റ്റൻസിൻ്റെ കയ്യിലാണ്. നല്ല കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ ബിഗ് ബോസ് വീണു പോകും. ഇപ്പം വീണു പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ നല്ല കണ്ടസ്റ്റൻസ് അല്ല. ഒരാൾ നമ്മൾ ഇപ്പോൾ തമ്മിൽ ഭേദം ജാസ്മിൻ ആയതുകൊണ്ടാണ് നമ്മൾ ജാസ്മിനിലേക്ക് എത്തി നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ അല്ല, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഇത്രയും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും തമ്മിൽ ഭേദമായതുകൊണ്ടാണ്. ആ കണ്ടസ്റ്റൻസ് ഞാൻ പറഞ്ഞത്, അത്രയും നിൽക്കുന്ന കണ്ടസ്റ്റൻസിൽ തമ്മിൽ ഭേദം. അല്ലാതെ ഒരു നല്ല ഒരു ബ്രില്യൻറ്റ് ഗെയിമർ ആരുണ്ട് അതിൽ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു ബ്രില്യൻറ്റ് ഗെയിമർ, ഞാൻ ഇയാളെ സപ്പോർട്ട് ചെയ്യും, ഇയാൾ വിൻ ചെയ്യണം എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഗെയിമർ ഉണ്ടോ അതിൽ ഈ സീസണിൽ? തീർച്ചയായിട്ടും ഇല്ല. അതെല്ലാവരും ഒരു ചോദ്യചിഹ്നമാണ്. അതെ. കഴിഞ്ഞ വർഷം മാരാർന്ന് എഴുതി കുറിക്കാം. അതെ. ഇവിടെ അങ്ങനെ ഒരു വ്യക്തിയില്ല. മാരാർക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി ഗെയിമറാണെന്ന് ഞാൻ മാരാരുടെ പല കാര്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാരാർക്ക് ഉള്ള സീസണിൽ ഒരു എതിരാളി ഇല്ലായിരുന്നു. എതിരാളി എന്ന് പറയുന്നത് ഒരു നല്ല ഗെയിമർ വേറെ ഇല്ലായിരുന്നു. പുള്ളിക്ക് ഗോളി ഇല്ലാത്ത ഒരു പോസ്റ്റിലേക്ക് ഗോൾ അടിച്ചാൽ മാത്രം മതിയായിരുന്നു. നല്ല ഗെയിമർ അല്ലെന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലാവുന്നത്. നല്ല എതിരാളികൾ കൂടി വരുമ്പോഴാണ് പുള്ളിയുടെ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാവുന്നത്. മനസ്സിലായി? അതുപോലെ തന്നെ ഇപ്പൊ മാരാര് വിൻ ചെയ്തു, മാരാര് ജനങ്ങൾ ഏറ്റെടുത്തു. പക്ഷെ ആ ഒരു ബിഗ് ബോസ് വളർത്തിയ ഒരു മാരാരെന്ന് പറയുന്ന വ്യക്തിയെ പിന്നെ ആ മാരാര് ബിഗ് ബോസിനെതിരെ പറയുമ്പം അതെന്തായിട്ടാ ഈ എതിര് പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആര് വളർത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടുകാർ, നമ്മളെ പേരൻസ് നമ്മളെ വളർത്തുന്നു. അവരുടെ കയ്യിലൊരു തെറ്റുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പറയില്ലേ? തിരിച്ച് അവർ നമ്മളെ വളർത്തുന്നു. നമ്മളെ തെറ്റുണ്ടെങ്കിൽ അവർ ശാസിക്കില്ലേ? അപ്പം അതങ്ങനെ കരുതിയത്. പക്ഷേ ആ തെറ്റ് പറ്റുന്നത് ജെന്യൂനാണോ? ചുമ്മാതെ നമ്മൾ അലിഗേഷൻ പറയാൻ പാടില്ല. ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് ഇപ്പം ഓഡിയൻസിനോട് അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു കാര്യമല്ലേ, അഖിൽമാരാർ ഏഷ്യാനെറ്റിനെതിരെ ഒരു വലിയൊരു അലിഗേഷൻ നടത്തി. അഖിൽമാരാർ പറയുമ്പം പോലും അഖിൽമാരാര് വ്യക്തികളുടെ പേര് സൂചിപ്പിക്കുന്നില്ല. ഇല്ല. അപ്പോൾ അത് ജനങ്ങൾക്ക് ഇങ്ങനൊരു സാധനം കൊടുക്കുമ്പോൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാതെ അത് കൃത്യമായി പറയണം. അല്ലെങ്കിൽ പറയാൻ പോലും അത്രേ ഉള്ളൂ. എനിക്ക് അത്രേ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പം പുരുഷനെ പറ്റി പറയുമ്പോൾ പുരുഷൻ എന്ന് എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റും.
ഇത് ഏത് പുരുഷനാന്ന് പറഞ്ഞാൽ അവിടെ കഥ കഴിഞ്ഞു. പക്ഷെ അതിൽ സംഭവിക്കുന്നൊരു സംഭവമുണ്ട്. ഈ ബിഗ് ബോസിലുള്ള ഒരുപാട് ലേഡീസിനെയാണ് അത് ബാധിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ പല കണ്ടസ്റ്റൻസും കഴിഞ്ഞ ഇവരുടെ അതേ സീസണിലുള്ള ലാസ്റ്റ് വരെ എത്തിയുള്ള പല കണ്ടസ്റ്റൻസിനും എന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ചിട്ടതിന് ശേഷം അവർക്ക് വന്ന മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു. അതായത് ഒരു സ്ത്രീയെ വിളിക്കാവുന്നതിലപ്പുറം തെറികൾ വിളിച്ചിട്ട് അത്രമാത്രം അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയും തെറികൾ വിളിച്ചിട്ടുള്ള മെസ്സേജ് അവരെനിക്ക് ഫോർവേഡ് ചെയ്തു. അപ്പം എന്നിട്ട് ആ വ്യക്തി എന്നോട് പറയുകയാണ്, ചേട്ടാ ഇത് എനിക്ക് മാത്രമല്ല വന്ന, ഇത് ബിഗ് ബോസിലുള്ള പ്രത്യേകിച്ച് ഈ 5ാമത്തെ അഖിലിൻ്റെ അതേ സീസണിലുള്ള ഒരുപാട് പേർക്ക് വന്നു. ഇവരൊക്കെ പുറത്ത് ചിരിച്ച് കാണിക്കുന്നെങ്കിലും അവരെല്ലാം അവരെ വീട്ടുകാരുൾപ്പെടെ ദുഃഖിക്കുകയാണ്. അപ്പം ഇന്ന് ഏതൊക്കെ സ്ത്രീകൾ ബിഗ് ബോസിൽ പോയിട്ടുണ്ട് അവർ എല്ലാവരെയും മീൻസ് ഓഡിയൻസിന്റെ വിചാരം വഴങ്ങി കൊടുത്തിട്ട് തന്നെ ആണെന്നുള്ളതാണ്. അത് തിരുത്തണ്ടേ? അതാണ് അത് തിരുത്തുക എന്നുള്ളത്. ഈ പറഞ്ഞ ആ വ്യക്തിക്കുള്ള ഇപ്പം അഖിൽമാരാർ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളത് പുള്ളിയുടെ ധർമ്മമാണ്. അവിടെ പോയൊരു വ്യക്തി എന്നാലും ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക, അങ്ങനെ വഴങ്ങി കൊടുത്തിട്ട് കയറുന്നത് ഒന്നാണോ ബിഗ് ബോസ്? ഒരിക്കലും അല്ല. പറയാൻ കാരണം അങ്ങനെ നമുക്ക് ഒന്നാമത്തെ കാര്യം ബിഗ് ബോസ് പോലെ ഒരു ഷോയിൽ അത്രയും ബോൾഡായിട്ടുള്ള ലേഡീസാണ് വരുന്നത്. ഇപ്പം ഇപ്പോൾ സീരിയലിൽ വരുന്നത് പോലെയോ അല്ലെങ്കിൽ വേറെ പാട്ട് പരിപാടിക്ക് വരുന്നത് പോലെയോ ഉള്ളതല്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് അത്രയും തൻ്റേടമുള്ളവരുടെ ഒരു ഷോയാണ്. തീർച്ചയായിട്ടും മനസ്സിലായോ? അപ്പോൾ അതിൽ വരുന്നവരടുത്ത് ഇങ്ങനെ പെരുമാറുമ്പോൾ ചുട്ട മറുപടി കൊടുക്കാനും അവരെ വലിച്ചു കീറാനും കേപ്പബിലിറ്റി ഉള്ള ഒന്നാമത് ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയതാണ്. പ്രത്യേകിച്ച് ബിഗ് ബോസിനകത്ത് ഇങ്ങനെ അലിഗേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ വേണമെങ്കിലും വന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ടെലികാസ്റ്റ് ചെയ്യും. വേണ്ട, അവരവർക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും മതി. അപ്പം അങ്ങനത്തെ മൈൻഡുള്ള ഗേൾസാണ് ഇതിൽ വരുന്നത് ബിഗ് ബോസ് പോലുള്ള ഷോ. അപ്പോൾ അവർക്ക് പറഞ്ഞുകൂടെ? അവർ പറയില്ലേ ഈ നിൽക്കുന്ന, അതായത് ഈ പറയുന്ന വ്യക്തികൾ ആരോ 2 പേരെന്ന് പറഞ്ഞില്ലേ, ആ വ്യക്തികൾക്കൊരു ബോധമില്ലേ ഈ വരുന്ന വ്യക്തികൾ ഞങ്ങളെക്കുറിച്ച് പുറത്ത് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാവുക. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെ എൻ്റെ കുറ്റവും ഞാൻ പറയണമല്ലോ, ഞാൻ ഉൾപ്പെടെ ബിഗ് ബോസിൽ നിന്ന് ഫെയിമായിട്ടുള്ള, അതായത് ബിഗ് ബോസ് ഈ 6 സീസൺ എടുക്കുകയാണെങ്കിൽ അതിൽ ഞാൻ ഉൾപ്പെടെ ബിഗ് ബോസ് വളർത്തിയ ആൾക്കാർ ആണ് ബിഗ് ബോസിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ സംഭവം അല്ലേ? ഒന്നാലോചിച്ചു. ഇപ്പൊ അഖിൽമാരാറായിക്കോട്ടെ, അഖിൽമാരാറായിക്കോട്ടെ, ഇതിന് വന്ന ഇപ്പൊ ഇതിനെക്കുറിച്ച് ആരൊക്കെ ഇപ്പൊ റിനോഷിനെ നമുക്ക് അറിയത്ത പോലും ഇല്ലായിരുന്നു. റിനോഷ് ആയിക്കോട്ടെ എന്ന് വേണ്ട, ഒരുവിധം നിങ്ങൾ നോക്കിയോളൂ ബിഗ് ബോസിനെ എതിർത്ത് പറയുന്ന, ഞാൻ ഉൾപ്പെടെ എതിർത്ത് പറയുന്ന എല്ലാവരും ബിഗ് ബോസ് യഥാർത്ഥത്തിൽ വളർത്തിവിട്ടവരാണ്. അതാണ്, അത് വേറൊരു ഒരു സംഭവമാണ്. പക്ഷേ ഈ ബിഗ് ബോസിനെതിരെ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇപ്പം ബിഗ് ബോസ് ഇപ്പം സ്ത്രീകൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടാ കയറിയെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. എനിക്കറിയാത്ത കാര്യം അങ്ങനെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഞാൻ നോക്കില്ല. ഇപ്പം വളർത്തിയെന്ന് പറഞ്ഞാൽ അവർ ചെയ്ത തെറ്റുകൾ നമ്മൾ കണ്ണടച്ചിരിക്കണം എന്നല്ല അതിനർത്ഥം. ഇപ്പോൾ അഖിൽമാരാർ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ അത് പ്രൂവ് ചെയ്യിക്കേണ്ടത് പുള്ളിയൊക്കെ പകുതി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് ഒന്ന് വൈറലായിട്ട് അങ്ങ് മിണ്ടാതെ പോകലല്ല വേണ്ടത്. അപ്പോഴും നെഗറ്റീവ് ബാക്കിയുള്ള സ്ത്രീകൾക്കാണ് നെഗറ്റീവായിട്ട് അവിടെ കിടക്കുന്നത്. ഇന്നും വേദനിക്കുന്നവരുണ്ട്. ഇന്നും എനിക്ക് പേഴ്സണൽ അറിയാം. ഇന്നും അതിൽ ഫീൽ ചെയ്ത് എനിക്ക് ആ പേര് ഞാൻ അവരോട് ചോദിച്ചു, നിന്റെ പേര് പറഞ്ഞിട്ട് ഞാൻ പറയട്ടോ, അല്ലെങ്കിൽ വ്യക്തിയാണോ? ഏതാണ് ബിഗ് ബോസിലുള്ള ഉണ്ടായിരുന്ന വ്യക്തി? അല്ല, നീ അതിനെ കൂടെ അങ്ങ് മാർക്കറ്റ് ചെയ്യുന്നീ, അതിൻ്റെ ഇടയിൽ കൂടെ അതിനെ കൂടെ മാർക്കറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ വ്യക്തി എൻ്റെ അടുത്ത്, അപ്പോൾ ഞാൻ പേഴ്സണലി ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഇത് ഞാൻ നമ്മുടെ ചാനലിൽ കൊടുക്കുന്നതിന് കുഴപ്പമുണ്ട്? അവർ പറഞ്ഞു വേണ്ട, അതെനിക്ക് ഒന്നാമതേ ഞാൻ തളർന്നിരിക്കുകയാണ്, ഇത് കൊടുക്കണ്ട, വേണ്ട. അപ്പോൾ പക്ഷേ അങ്ങനെ ഉണ്ടെന്നുള്ളതാണ് ഇന്നും അങ്ങനെ വേദനിക്കുന്നവരുണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാരണം. ഇന്നും അവരുടെ ഇൻബോക്സിൽ കമൻറ്റുകൾ കാണാം. അപ്പം ആരാണ് ആ വ്യക്തിയെ പറഞ്ഞ പ്രശ്നം കഴിയും? അങ്ങനെ ഉണ്ടെങ്കിൽ ആ 2 പേര്. പക്ഷെ അപ്പോൾ പോലും മാരാര് തന്നെ അടുത്ത 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വന്ന് എന്താ പറഞ്ഞത്, ഇത് സാബു പറഞ്ഞെന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് വന്നു. അതെ, സാബു എന്തൊക്കെയാ പറഞ്ഞിട്ട് കയറിയെന്ന് എനിക്കറിയാവുന്ന മാരാര് പറഞ്ഞതാ. അപ്പൊ സാബു ആണ് ഓൾറെഡി ഇവന്റെ അടുത്ത് ഇത് പറയുമ്പോൾ, അങ്ങനെ സാബു പറഞ്ഞാൽ ഉടനെ കയറി അഖിൽമാരാർ പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരാൾ പറയുന്ന വ്യക്തിയാണോ ഫിറോസ്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നും വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്ത് കാര്യം പറഞ്ഞാൽ അതിന് പൂർണ്ണമായ തെളിവില്ലാതെ ഞാൻ പറയത്തില്ല. അതെ, പൂർണ്ണമായി എനിക്ക് മനസ്സിലാവണം ആ സംഭവം അങ്ങനെയാണെന്നുള്ളത്. അല്ല, ഞാൻ ഒരിക്കലും ഒരാളിപ്പോൾ അജിൻ്റെ അടുത്ത് വിളിച്ചോളാണ് ഒരിക്കലും ഞാൻ പറയില്ല. എനിക്കൊരു തെളിവാണ്. അപ്പം ഞാനത് അന്വേഷിക്കും. അജിൻ പറഞ്ഞത് സത്യസന്ധമാണോ, അത് ഞാൻ അന്വേഷിക്കും. ഞാൻ എന്തെങ്കിലും അജിൻ വിളിച്ചു പറഞ്ഞാൽ ഞാൻ കയറി പറയില്ല. ഞാനത് അന്വേഷിക്കും. അതിൽ കഴമ്പുണ്ട്, സത്യമുണ്ടെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായാൽ മാത്രമേ ഞാനത് പറയുള്ളൂ. അഖിൽമാരാരെ പോലൊരു വ്യക്തി, അഖിൽമാരെ പോലെ 10 വ്യക്തി എന്ന് പറഞ്ഞാൽ എനിക്ക് പുല്ല. തൻ്റെ ഇടത്തോടെ നിൽക്കുമോ?
ചുമ്മാ എനിക്ക് ചിരിയാ തോന്നുന്നത്. ജീവിതത്തിലെ കാര്യം അപ്പുറം നമ്മൾ പലതും അനുഭവിച്ചിട്ടും ഇതൊക്കെ ബിഗ് ബോസിലുള്ളതൊക്കെ വെറും സിമ്പിളാണ് എനിക്ക് തോന്നുന്നത്. അഖിൽ മാരാറെ പോലെ ഒരു 10 അല്ല 100 വ്യക്തി വന്നാലും എനിക്ക് ത്രില്ലാട്ടേ എടുക്കത്തുള്ളൂ. എനിക്ക് ഇഷ്ടമാണത്. എനിക്ക് അങ്ങനെയുള്ളവരുടെ കൂടെ ഗെയിം ചെയ്യണം. അതായത് ഒരകിലല്ല 100 അകിൽ ഒന്നിക്കണം. ഫിറോസ് ഖാൻ പറയുമ്പോൾ പോലും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമേ, ഇപ്പം നമ്മൾ നമ്മുടെ എതിര് നിൽക്കുന്ന ആളെ ബിഗ് ബോസിനകത്തുനിന്ന് തട്ടിക്കളയാനേ നമ്മൾ നോക്കത്തുള്ളൂ, പുറത്താക്കാൻ. അപ്പോഴും ഫിറോസ് ഖാൻ പറയുന്നത് എനിക്ക് പുറത്താക്കണ്ട അവരെ, അതെ കളയണോ എനിക്കെതിരെ നിൽക്കുന്നവരെ ഞാൻ പുറത്താക്കത്തില്ല, 100 ദിവസം എൻ്റെ കൂടെ നിൽക്കണം. മാരാരെ പോലെ 100 പേര് വന്നാലും ഞാൻ നിൽക്കുമെന്ന, അത് വെറും വാക്ക് പറയുകയാണോ? മാരാരൊരു ഗെയിമറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് എതിരാളിയായിട്ടേ തോന്നിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മനസ്സിലായി? എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി ഇഷ്ടമുള്ള ഒരാളാണ് മാരാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ. എനിക്ക് പുള്ളി വളരെ നിഷ്കളങ്കനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുള്ളി നിഷ്കളങ്കനാണ് ആക്ച്വലി. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ ചാടിക്കയറി സംസാരിക്കുന്നുള്ളതല്ലാതെ പുള്ളിക്ക് ഒരു കഴമ്പില്ലാത്തൊരു മനുഷ്യനാണ്. മനസ്സിലായി? വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് പുള്ളി ചാടിക്കയറി അത് വിശ്വസിച്ചിട്ട് പറയും. പക്ഷെ അതിൻ്റെ ബാക്കിയുള്ളവർ അത് എങ്ങനെ ബാധിക്കുന്നു, ഈ ഒറ്റ ബുദ്ധി എന്നൊക്കെ പറയും, ആ ഒരു കാറ്റഗറിയാണ്. അതുകൊണ്ട് എനിക്ക് സത്യത്തിൽ പുള്ളി ഇഷ്ടമാണ്, ഉള്ളത് പറയല്ല. പുള്ളി എന്ന പേഴ്സണൽ, പുള്ളി എന്ന ഗെയിമർ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അതൊരു ഗെയിമറായിട്ട് തോന്നിയിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഞാനെന്ന ഗെയിമറും പുള്ളിയായിട്ട് നോക്കും, എനിക്കൊരു ഗെയിമറായിട്ട് തോന്നിയിട്ടില്ല. ഇനി ഒരു സീസണിൽ കിട്ടിയാൽ പോകാൻ ആഗ്രഹിക്കുമോ? ഉറപ്പായിട്ട്. എന്നാലല്ലേ നമുക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു അൾട്ടിമേറ്റ് വരണം. അവിടെ ഈ പറയപ്പെട്ട റോബിനും പിന്നെ അഖിൽ മാരാറ് പിന്നെ നിൽക്കുകയും വിന്നറല്ല, ഞാൻ ഈ പറയുന്ന പേരുകൾ വിന്നർ എന്നുള്ളതല്ല. റോബിൻ വിന്നർ അല്ലല്ലോ. ഈ മനസ്സിലാക്കുക, കപ്പ് കിട്ടുന്നവരെല്ലാം അങ്ങ് ആണ്, കപ്പ് കിട്ടുന്നവർ മാത്രമാണ് ഭയങ്കര ഗെയിമർ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണ് മണിക്കൂട്ടനൊന്നും ഒരിക്കലും കപ്പ് കിട്ടാൻ പാടില്ല. അതിലകത്ത് ഏറ്റവും പേടിത്തൊണ്ടനായിട്ടുള്ള മണിക്കൂട്ടനല്ലേ കപ്പ് കിട്ടിയത് ബിഗ് ബോസിൽ. പക്ഷേ എനിക്ക് എതിരാളികളായിട്ടുള്ള കണ്ടസ്റ്റൻസ് ഇന്നുവരെ വന്നില്ല എന്നുള്ളൊരു ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. നമ്മൾ ഇത്രയൊക്കെ സംസാരിക്കുമ്പോഴും ഫിറോസ് ഖാൻ പറഞ്ഞതിലെല്ലാം ന്യായമുണ്ട്. പക്ഷെ ഒരു തെറ്റുള്ളത് എന്താന്ന് വെച്ചാൽ, എല്ലാ പ്രേക്ഷകർക്കും അത് ഫിറോസ് ഖാൻ ദേഷ്യം തന്നെ ആയിരിക്കാം. എന്തുകൊണ്ട് ലാലേട്ടൻ്റെ അല്ലെ മോഹൻലാലിന്റെ ആങ്കറിങ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു? മോഹൻലാലിന്റെ ആങ്കറിങ് മൊത്തവും കൊള്ളില്ലെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഈ സീസണിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സുകൾ പലതും ബിഗ് ബോസിനെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ആങ്കറായിട്ടിരിക്കുന്നു, ഇവിടുന്ന് എന്റെ ചാനൽ എന്നെ ഏൽപ്പിക്കുന്ന ജോലിയല്ലേ ഞാൻ ചെയ്യുന്നത്, അതുപോലെ ലാലേട്ടൻ അവിടെ ചെയ്യുന്നത്. ലാലേട്ടൻ എന്ന് പറഞ്ഞത് അജിനെ പോലെയല്ല. അജിൻ ഞാൻ അങ്ങനെയല്ല, ഈ ഒരു ആങ്കർ പൊസിഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അജിൻ ജസ്റ്റ് എ ബിഗിനറാണ്. മനസ്സിലായി? അജിനെ ഇപ്പോൾ അജിൻ്റെ വാക്കുകൾ കേട്ട് അതിനെ ഇഷ്ടപ്പെടുന്നവർ കുറവാണ്, അല്ലെങ്കിൽ നിങ്ങളെ ബഹുമാനത്തോടെ കാണുന്നത് കുറവാണ്. ലാലേട്ടനെ സംബന്ധിച്ച് ഇവിടുത്തെ പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ വർഷങ്ങളായി, എനിക്ക് തോന്നുന്നു 10-40 വർഷത്തോളമായില്ലേ ഇവർ കണ്ട്, ഒരു വീട്ടിലൊരു അംഗത്തെ പോലെയാണ് ലാലേട്ടൻ്റെ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വാല്യൂ ഉണ്ട്. മനസ്സിലായി? അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വളരെ വാല്യൂ ഉള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അത്രത്തോളം വാല്യൂബിളാണ്. അപ്പോൾ അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം പുള്ളി. അല്ല, ഞാൻ ചോദിക്കുന്നത് അതൊരിക്കലും ലാലേട്ടൻ ഈ എപ്പിസോഡ് കാണുന്നുണ്ടെന്നാണോ ഫിറോസ് ഖാൻ വിചാരിക്കുന്നത്? കാണുന്നില്ല. ഞാൻ തന്നെ പറയുന്നില്ലേ, ലാലേട്ടൻ എപ്പിസോഡുകൾ മുഴുവൻ ഇരുന്ന് കാണണമെന്നില്ല. എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, ചിലപ്പോൾ കാണുമായിരിക്കും. ഞാൻ പറഞ്ഞത് എന്നാലും നമ്മുടെ ഒരു അസസ്മെന്റ്, തിരക്കുള്ള വ്യക്തിക്ക് ഈ കുത്തിയിരുന്ന് നമുക്ക് പോലും കാണാൻ പറ്റുന്നില്ല. ഇത്ര തിരക്കുകളില്ലാതെ ഈച്ചടിച്ചിരിക്കുന്ന നമുക്ക് പോലും കാണാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ ലാലേട്ടനെ പോലെ ഒരാൾക്ക് ഇത് മൊത്തം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവിടെ വീക്കെൻഡ് എപ്പിസോഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ ഉണ്ട്, ആ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ലാലേട്ടൻ വരുമ്പോൾ അതിന്റെ ഹൈലൈറ്റ്സ് സാധനങ്ങൾ ഇട്ട് കാണിക്കുകയും ഇന്നതൊക്കെ സംഭവിച്ചു എന്നുള്ളത് അതിൻ്റെ ഒരു ധാരണ കൊടുക്കുകയും അതിൻ്റെ സ്ക്രിപ്റ്റ് കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ സ്ക്രിപ്റ്റ് കൊടുക്കുമ്പം പോലും പറയുന്ന എന്തും, കാരണം ഇപ്പം ലാലേട്ടൻ്റെ സ്ഥാനത്ത് ഞാനെന്നേ പറഞ്ഞാൽ, എന്നെ വിശ്വസിക്കുന്ന ജനങ്ങളുണ്ട്, എൻ്റെ വാക്കിന് വാല്യൂ തരുന്ന ജനങ്ങളുണ്ട്. നിങ്ങൾ പറയുന്ന എല്ലാം അതേ കണക്ക് പറയാനല്ല എൻ്റെ ജോലി. എനിക്കും അതിനകത്ത് എത്തിക്സ് ഉണ്ട്. അങ്ങനെ തിരുത്താൻ പറ്റുമല്ലോ. സിനിമയിൽ സ്ക്രിപ്റ്റിൽ പോലും ഇവർ കൈകടത്തി തിരുത്തുന്നുണ്ടല്ലോ. അവർക്ക് വേണ്ട അങ്ങനെ ഒരു തിരുത്തൽ ലാലേട്ടൻ തിരുത്തുന്നില്ല. സ്ക്രിപ്റ്റ് അതുപോലെ ചെയ്യുവാണോ? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അല്ല, അങ്ങനെ ചെയ്യുകയായിരിക്കാം. അതുകൊണ്ടാണല്ലോ അന്ന് ഈ റോക്കിയുടെ വിഷയം വന്നപ്പോൾ റോക്കിയെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചതും സിബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി. അത് രണ്ടും നല്ല ഗെയിമേഴ്സ് ആണെന്ന് ആലോചിച്ചു. അപ്പൊ അവിടെ ഒരു കാര്യം ചിന്തിക്കണം. ലാലേട്ടൻ വ്യക്തമായിട്ട് പറഞ്ഞ എന്തുവാ, മോനെ ഇടിക്കാൻ പറഞ്ഞ് ഇടിക്കണം, ഞാനാണെങ്കിൽ ഇടിച്ചേനെ. അതെ, ഒരിക്കലും ലാലേട്ടൻ ആ പറച്ചിൽ കേട്ട് അവൻ പിന്നെ പോയി ചാമ്പൂന്ന് ലാലേട്ടൻ പോലും വിചാരിച്ചില്ല. അവിടെ അതാണ് നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതുവരെ ഞാൻ വ്യക്തമായി പൂർണ്ണമായി ഈ സീസൺ കണ്ട ഒരാൾ കൂടിയാണ്. അപ്പം റോക്കി എന്ന് പറഞ്ഞ ഒരാളെന്ന് പറയുന്നത് അത്രയും പ്രൊവോക്കും കാര്യങ്ങളും, അതായത് ഭയങ്കര മാസ് ലെവലിൽ നിന്നൊരു കണ്ടസ്റ്റൻ്റ് ആണ്. മനസ്സിലായി? അപ്പോൾ
ഇദ്ദേഹത്തിന് അവിടെയുള്ള കണ്ടസ്റ്റൻസ് തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇങ്ങനെ ഇടിക്കും എന്ന് പറയുന്ന അല്ലാതെ ഇടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന അത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അത് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർ അത് തുറുപ്പുകുലാം പോലെ പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രഷറിൽ നിൽക്കുമ്പോൾ ലാലേട്ടനും വന്ന് പറയാണ്, ഇത്രയും പേരുടെ മുന്നിൽ വന്ന് ലാലേട്ടനെ പോലെ ഒരാളും വന്ന് പറയാണ് നീ ഇങ്ങനെ അവർ പറഞ്ഞ ആ കണ്ടസ്റ്റൻസ് പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് പുള്ളി ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇനി ഒരാളെ ഇടിക്കാതെ ഇങ്ങനെ വിരട്ടി നടന്നാൽ അടുത്ത ആഴ്ച വരുമ്പോൾ വീണ്ടും എന്തുമായിരിക്കും ലാലേട്ടൻ പറയാൻ പോകുന്നത്? ഇവൻ ആ മാസായി നിന്ന റോക്കി അപ്പോൾ അവന്റെ സ്ഥാനം എവിടെ ആയിരിക്കും? ഒരുപാട് കീഴെ പോകും. പിന്നെ ലാലേട്ടൻ പറയുന്ന സമയത്തെ നമ്മൾ അതിനകത്ത് ഇരിക്കുമ്പം നമ്മളെ കളിയാക്കുന്ന പോലെ തോന്നി, പിന്നെ നമുക്ക് ദേഷ്യം കൂടുകയാണോ? ഉറപ്പായിട്ട് അങ്ങനെയാണ്. കാരണം പിന്നീട് ഈ ലാലേട്ടൻ വന്ന് അത്രമാത്രം ഇവനെ കളിയാക്കുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഇനിയും നീ ഇങ്ങനെ പിന്നെ പറയും ഇയാളിങ്ങനെ ഇടിക്കാനായിട്ട് ചെല്ലും, ഞങ്ങളൊക്കെയാണ് ഇടിക്കും എന്ന് പറയുമ്പോൾ അവൻ ആക്ച്വലി അതുവരെ ഉള്ള ഗ്രാഫിൽ അവന്റെ മൈൻഡ് ഫുൾ ഇടിച്ചാൽ പറ്റൂ. കാരണം എന്ന് പറഞ്ഞാൽ അവൻ ഇടിക്കാൻ പോകുമ്പോഴല്ലേ അതിന് മുന്നേ അവന് ഉറപ്പായിട്ടറിയാം അവൻ എന്തായാലും ഔട്ടാവും എന്നുള്ളത്. പക്ഷേ അവൻ ആ മാസമായിട്ട് നിൽക്കണം എന്നുള്ളൊരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു അവൻ്റെത്. അതുകൊണ്ട് മാസമായാലും അവൻ ഇറങ്ങിപ്പോയേ പറ്റത്തുള്ളൂ. പിന്നീട് അവൻ അവിടെ ഇടിക്കാതിരുന്നാൽ സത്യത്തിൽ നമ്മൾ അതുവരെ കണ്ട മാസ് റോക്കിയെ ഒരു കോമാളിയായിട്ടേ നമുക്ക് പിന്നീട് കാണാൻ പറ്റൂ. അത് ഉറപ്പാണ്. അത് അവനും ആ ചിന്തയുണ്ട്. അതുകൊണ്ട് പറയുന്നത് അന്നൊരു പക്ഷെ ഇടിക്കാതെ പോയിരുന്നെങ്കിൽ ലാലേട്ടൻ വരെ പറഞ്ഞിട്ട് നീ ഇടിച്ചില്ലല്ലോ, ഉറപ്പായിട്ട് അടുത്ത സീസണിൽ വന്ന് പറയോ ഞങ്ങൾ കണ്ട് നിനക്ക് ഇത് തന്നെയുള്ളൂ ജോലി. പിന്നെ ഒരിക്കലും അവന് മാസമായിട്ടോടെ നിൽക്കാൻ പറ്റില്ല. ഈ കണ്ടസ്റ്റൻസ് മൊത്തം കളിയാക്കും. അതാണല്ലോ ഗെയിം. ഏതൊരു വ്യക്തികൾക്കും ചില വാക്കുകൾ അറിയാതെ വായിന്ന് പോകും, പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇതൊരു ആങ്കറിങ് ഒരു ഇതാണ്. അതായത് ഓൾറെഡി ഇതെല്ലാം എഴുതി വെച്ച് അവർ പറയുന്ന ഒരു സാധനമാണ്. അപ്പം അവിടെ തിരുത്താമായിരുന്നു അവർക്ക്. അങ്ങനെ ഒരു ആങ്കർ എന്തും വായിന്ന് വീണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഈ ഗെയിമേഴ്സ് വീഴുന്ന കണക്കല്ല. ഗെയിമറെ കയ്യിൽ നിന്ന് വീണാൽ അപ്പോഴേ ഔട്ടാക്കുമല്ലോ. ഇവരെ കയ്യിൽ നിന്ന് വീഴുന്നതാണ്, കണ്ടസ്റ്റൻസിൻ്റെ വായിന്ന് വീഴുന്ന കണക്കല്ല. ലാലേട്ടനെ പോലെ ആ പൊസിഷൻ നയിക്കുന്ന ഒരാൾ വായിന്ന് ചുമ്മാ വാക്കുകൾ വീഴാൻ പാടില്ല. ആ വാക്കിന് വാല്യൂ ഉള്ളതാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞുകൊണ്ട് എന്നാൽ പിന്നെ അയാളെ വിട്ടുകൊടുക്കാം. ഇവിടെ കണ്ടസ്റ്റൻസ് പറയുമ്പോൾ അവരെ ഔട്ടാക്കണം. അതൊരു ഇരട്ട നീതിയല്ലേ അത്? ലാലേട്ടൻ വിചാരിച്ച ഒരു വ്യക്തി ആ ഷോയിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ? ഒരിക്കലും ലാലേട്ടൻ അങ്ങനെ പറഞ്ഞ ഒരാളെ ഔട്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവനെ അങ്ങ് ഔട്ടാക്കിയരെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറ്റില്ല. ഇതൊരു വലിയ ഷോയാണ്. ലാലേട്ടൻ അതിനകത്ത് ഒരു ഹ്യൂജ് പുള്ളിയുടെ ഇത് വെച്ചിട്ട് വലിയൊരു എമൗണ്ട് മേടിച്ച് ഏറ്റവും കൂടുതൽ എമൗണ്ട് അതിൽ കൈപ്പറ്റുന്ന ഒരാൾ കോടികളാണ്. അത് അല്ല വെളിപ്പെടുത്താൻ എനിക്ക് പുള്ളി മേടിക്കുന്നത് കറക്റ്റായിട്ടല്ല. പക്ഷെ ഞാൻ കേട്ടിരിക്കുന്നത് 18 കോടിയെന്നും 19 കോടിയെന്നും ഒക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഒരു ഷോ അല്ല, ആ ബിഗ് ബോസിൽ ഒരു സീസണിൽ അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ കണ്ടില്ല ഇതൊന്നും. ഇതൊക്കെ ഞാൻ പിന്നെ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ അകത്തുള്ള വൃന്ദങ്ങൾ പറയുന്ന കേൾവികളാണ്. അങ്ങനെ റോക്കി ഇപ്പോഴും ഫിറോസ് ഖാൻ പറഞ്ഞത് ലാലേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ മാത്രം ഇടിച്ച വ്യക്തിയാണോ? മാത്രമെന്നല്ല പറഞ്ഞത്. ലാലേട്ടൻ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റും ഒരു കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ സിബിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സിബിൻ ഒരു നല്ല ഗെയിമർ ആയിരുന്നു ആക്ച്വലി. ശരിക്കും സിബിൻ വന്നതിന് ശേഷം കളി മാറിയത്. അതെ, സിബിൻ നല്ല ഗെയിമറായിരുന്നു. അപ്പോൾ ആ സിബിന് ചെറിയൊരു കാര്യം അവനോട് എന്തോ ഒരു ജസ്റ്റേഴ്സ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ കണ്ടില്ല എന്താ ചെയ്തെന്ന്. ഓക്കെ, എന്നിട്ട് അത്ര വലിയ ജസ്റ്ററാണെങ്കിൽ അവനെ എന്തായാലും ഔട്ടാക്കി കളയുകയാണ് ചെയ്യുന്നത്. അവനെ ശരി നിങ്ങൾ ഇവിടുന്ന് ആ സമയത്ത് തന്നെ പറയും നിങ്ങൾ എലിമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കളയും. ഇത് അത്ര വലിയ സംഭവം ആയിരിക്കത്തില്ല എന്തായാലും പുള്ളി ചെയ്ത്. നമ്മൾ കണ്ടില്ല സംഭവം എന്തോ ചെയ്തതെന്നുള്ളത്. പക്ഷെ വന്നിട്ട് പുള്ളിയെ മെന്റലി തകർക്കുന്ന രീതിയിൽ അല്ല, സിബിനോട് ലാലേട്ടൻ പറഞ്ഞത് സിബിൻ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുവോ? അങ്ങനെ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോഴും ഫിറോസ് ഖാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നന്മമരം കളിക്കുന്നവരവിടെ പോവല്ലേ, ഗെയിം എന്താന്ന് മനസ്സിലാക്കി മാത്രം പോവുക എന്ന് പറഞ്ഞ് ഫിറോസ് ഖാൻ തന്നെ ഇപ്പം പറയുന്നു. ലാലേട്ടൻ അങ്ങനെ പറയുമ്പം ഫീൽ ആവുമെന്ന്. അങ്ങനെ ഒരു വാക്കിലല്ലല്ലോ ലാലേട്ടൻ പറഞ്ഞത്. അതായത് ഒരു കുറ്റം ചെയ്ത അയാളെ തുരുതുരെ മെഷീൻ ഗൺ വെച്ച് വെടിവെക്കുകയാണ്. ഒരൊറ്റ വെടിയിൽ ഒരുത്തം മരിക്കും. പിന്നെ അതിനകത്ത് വേറെ കാര്യമില്ല. ബിഗ് ബോസിനകത്തുള്ളവര് ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി പറയുമ്പോൾ അവരുടെ മൈൻഡ് ഓഡിയൻസ് പറയുന്നതാണോ ലാലേട്ടൻ പറയുന്ന പോലാണോ? അതായത് ഓഡിയൻസിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അവൻ അകത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാവുന്നത്. പുറത്തുള്ള ഏതെങ്കിലുമൊക്കെ ഹിന്റ് നമ്മൾ ഇദ്ദേഹത്തിന്റെ വായിൽ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് പുറത്തെ ഓഡിയൻസ് പ്രതികരണമാണ് ഈ പറഞ്ഞതെന്നാണ് സിബിൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് അന്ന് സംഭവിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ സിബിനെ പോലുള്ള ഒരു വ്യക്തി ഈ ഇട്ടോ എന്ന് പറയുമ്പോൾ പേടിച്ച് ഓടുന്ന ഒരാളല്ല. പിന്നെ ഓൾറെഡി ഇവരെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ തന്നെ ഓൾറെഡി പറഞ്ഞാണ് ഞാനൊരു ട്രോമ ഇതായിട്ടുള്ളൊരു കക്ഷിയാണ്. ഓൾറെഡി അവൻ ഇതിന് മുന്നേ വളരെ അത്ര വലിയ മനക്കട്ടിയുള്ള ഒരാളെ അല്ല അവർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവന് ട്രീറ്റ് ചെയ്യേണ്ടത് ആ രീതിയിലായിരുന്നു. മനസ്സിലായി? അപ്പോൾ ഇവന് വീണ്ടും അവന് കൊടുക്കേണ്ട ഒരു ഒരാളൊരു തെറ്റ് ചെയ്താൽ നമുക്ക് അവന് കൊടുക്കാനുള്ള ശിക്ഷകളുണ്ട്. പക്ഷേ ഇത് ശിക്ഷ എന്ന് പറഞ്ഞാൽ കഠിനമായ ശിക്ഷയായിപ്പോയി. അത് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഈ മറ്റ് ഗെയിമേഴ്സ് ഒരു പക്ഷേ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവൻ പിടിച്ചു നിന്നേനെ. പക്ഷേ ഒരു ലാലേട്ടനെ പോലൊരു ആങ്കർ വന്നിട്ട് അവിടെ ആകെ നമുക്ക് ആശ്വാസം ലാലേട്ടൻ വരുമ്പോഴാണ്.
മനസ്സിലായി. നമ്മുടെ വീട്ടിൽ നമ്മുടെ പേരൻസ് നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ വരുന്നത് പോലെയാണ് ആക്ച്വലി ലാലേട്ടനെ നമ്മൾ കാണുന്നത്. അപ്പൊ ഫിറോസ് ഖാൻ പറയുന്നത് ലാലേട്ടൻ ആങ്കറിങ് ഈ സീസണിൽ ഇത് മാറ്റണമെന്നാണോ? അങ്ങനെ മാറ്റണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പകരം ആരാന്ന് ചോദിക്കും. അതെ, അതാ ഞാൻ അടുത്ത് ചോദിച്ചിട്ട് വരുമായിരുന്നു. പകരം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെ പേര് പറയും? ഫിറോസ് ഖാൻ അല്ല, അയ്യോ അതാ നമ്മൾ അങ്ങനെ നീ അങ്ങ് ഇതാക്കല്ലേ, ഏറി കയറ്റല്ലേ, അങ്ങനെയല്ല. ഞാനൊരിക്കലും ഒരു ആങ്കർ അല്ലെങ്കിൽ പോലെ ആ ഒരു പൊസിഷൻ എനിക്ക് കഴിവില്ലെന്നല്ല, ആ ടേക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ പൃഥ്വിരാജിനെ പോലെ ഒരാൾ വന്നെന്ന് കൂട്ടിക്കോളൂ, അയാൾ അത്യാവശ്യം നല്ല ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്നത്, വളരെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നത്. പക്ഷെ പൃഥ്വിരാജിനെ പോലെ ഒരാൾ വന്ന് ആങ്കർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ലാലേട്ടൻ്റെ അടുത്ത് പേടിച്ച് ബഹുമാനത്തോടെ നിൽക്കുന്ന നടക്കുന്ന പൃഥ്വിരാജിൻ്റെ അടുത്തില്ല. ഞാൻ പോലും ആയിരുന്നെങ്കിൽ ആ സീസണിൽ നീ പോടാന്നേ ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായോ? അത് ഒരിക്കലും ആ ഒരു അത് ആങ്കർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ബഹുമാനം തോന്നുന്ന ഒരാളായിരിക്കണം വന്ന് നിൽക്കേണ്ടത്. അതെ, പക്ഷെ മറ്റ് സീസണുകൾ നോക്കുമ്പോഴേ ലാലേട്ടന് പോലും ബഹുമാനം ഈ കണ്ടസ്റ്റന്റുകൾ കൊടുത്തിട്ടില്ല, തോന്നിയിട്ടുണ്ട് ഈ സീസണേ പലപ്പോഴായിട്ടും. ഒരു പരിധി വരെ ഉണ്ട്. അത് ഒന്നാമത്തെ കാര്യം ഇങ്ങനെയൊക്കെയുള്ള പുള്ളിയുടെ ആങ്കറിങ്ങിലുള്ള മോശമായിരിക്കും ഒരു പക്ഷേ. പിന്നെ പൊതുവെ കണ്ടസ്റ്റൻസ് എല്ലാം അത്ര ശക്തരായ കണ്ടസ്റ്റൻസ് അല്ല. ഈ ജനങ്ങളാണെ പോലും ഇപ്പൊ ഫിറോസ് ഖാൻ പറഞ്ഞതുപോലെ കമന്റുകളിലാണേലും ലാലേട്ടൻ ഇങ്ങനെ ചെയ്യല്ലേ, ഞങ്ങൾ ഒരിക്കലും ലാലേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഈ ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഇതൊരു ആങ്കറാണ്, അല്ലെ ലാലേട്ടനെ ഏൽപ്പിച്ച ജോലി ലാലേട്ടൻ ചെയ്യുന്നുള്ളൂ എന്ന് ചിന്തിക്കത്തില്ല. പക്ഷെ എന്നാലും ആ ജോലിക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ജനങ്ങളുടെ അടുത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ലാലേട്ടൻ എന്തുകൊണ്ടാണ് ഈ 19 കോടി രൂപയും കൊടുത്ത് അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ജനങ്ങളിലുള്ള പുള്ളിക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു ആങ്കറാണ്, ഒരു ആർട്ടിസ്റ്റാണ് പുള്ളി. അപ്പം അത് തിരിച്ചു കൊടുക്കണം. ഇത് സിനിമയല്ല, ഇതൊരു റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ പുള്ളിക്കും പുള്ളിയുടേതായ നിലപാടുകൾ പറയാൻ പറ്റും. ഇതിൽ വെറും അങ്ങ് സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഇത് അഭിനയിക്കുകയല്ലോ, സിനിമയിൽ അഭിനയിക്കുന്നതിനൊക്കെ അഭിനയിക്കുകയല്ലോ, പുള്ളിയുടെ നിലപാടുകളും പറയാമല്ലോ. ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തി എന്നല്ല ഞാനും പറയുവാണേ, നമ്മൾ ആഴ്ചയിൽ ഓരോ ദിവസവും എപ്പിസോഡ് കാണുമ്പം നമ്മുടെ ഒരു ആശ്വാസം ലാലേട്ടൻ വരുമ്പം ഇവനിട്ട് 2 പറയും, അല്ലെ ലാലേട്ടൻ വരുമ്പോ നമുക്കൊരു ഉഷാറല്ലേ. ഒരു സീസൺ കണ്ടില്ലെങ്കിൽ ശനിയും ഞാനും എല്ലാവരും കാണും. അത് ലാലേട്ടനുള്ള ബഹുമാനവും, അതായത് നമുക്ക് വേണ്ടി ലാലേട്ടൻ സംസാരിക്കുന്നുള്ള വിശ്വാസമാണ്. അത് ലാലേട്ടൻ തെറ്റിച്ചെന്നാണോ ഫിറോസ് ഖാൻ പറയുന്നത്? 100% തെറ്റിച്ചു ഈ സീസൺ. അത് എവിടെയൊക്കെയാ ശ്രദ്ധിച്ചെന്ന് തോന്നിയത്? ഒന്ന് സിബിന്റെ കേസ് റോക്കി എടുത്ത് പറയാൻ പാടില്ലാത്ത, കാരണം ഒരാളുടെ മാനസിക നില മനസ്സിലാക്കിയിട്ട് വേണം ഒരു ആങ്കർ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അത് അധികൃതർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെയിൻ ഒരു കാര്യമാണ്. ഗെയിമേഴ്സ് എല്ലാവരും, ഗെയിമറിന് എന്ത് ചെയ്യാം, മെന്റലി വീണ്ടും തളർത്താം. അവിടെ നിൽക്കുന്ന അതായത് മറ്റ് ഗെയിമേഴ്സ് ഇല്ലേ, അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം, മെന്റലി തകർക്കാം. പക്ഷെ അങ്ങനെ തകരില്ല. ഇത് ലാലേട്ടനെ പോലെ ഒരു ആങ്കർ വന്നിട്ട് ആശ്വാസം പകരുന്ന രീതിയിൽ നിൽക്കേണ്ട ഒരാൾ വന്നിട്ട്, അല്ലെങ്കിൽ ആ വഴക്ക് പറയുന്നതിനൊക്കെ മിതത്വമുണ്ട്, അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ നമ്മളെ പേരൻസ് നമ്മളെ വഴക്ക് പറയും. ഫിറോസ് ഖാനോടൊക്കെ ലാലേട്ടൻ നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ബിഗ് ബോസ് ചരിത്രത്തിൽ പുള്ളി വരുന്ന ഡേ അല്ലാതെ, പുള്ളി സാറ്റർഡേ സൺഡേ അല്ലേ പുള്ളി വരും, ആ ഡേ അല്ലാതെ ഒരു വെനസ്ഡേ പുള്ളി എനിക്ക് വേണ്ടി എന്നെ വഴക്ക് പറയാൻ വേണ്ടി മാത്രം വന്നിട്ടുണ്ട്. അതെ, അതായത് എന്നെ വഴക്ക് പറയാൻ വേണ്ടി മാത്രം ഇതുവരെ ഒരു സീസണിലും ഉണ്ടായിട്ടില്ല. ഒരു വെനസ്ഡേ പുള്ളി, സാറ്റർഡേ വരേണ്ട പുള്ളി വെനസ്ഡേ വന്ന് എന്നെ വഴക്ക് പറഞ്ഞു പോയിട്ടുണ്ട്. അതും ചെറിയ വഴക്കല്ല. അവിടെയൊക്കെ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് പോലും തളരാത്ത, അതാണ് ഗെയിം. അത് ലാലേട്ടനെന്നല്ല, ഈ ലോകത്ത് ആര് വഴക്ക് പറഞ്ഞാലും ഞാൻ തളരില്ല. കാരണം ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ എല്ലാം ഉണ്ടാവും. പക്ഷേ സത്യത്തിൽ എനിക്ക് ആ കിട്ടിയതൊന്നും അല്ല എനിക്ക് വേണ്ടത്, അതിനപ്പുറം വന്നാലും എനിക്ക് പിടിച്ചു നിൽക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവിടെ പോലും എതിരാളികളെ വളർത്തിയിട്ടാണ് ഞാൻ ഗെയിം ചെയ്യുന്നത്. എതിരാളികളെ ഒരിക്കൽ പോലും ഔട്ടാകത്തെ എന്തുകൊണ്ട്, എനിക്ക് കളിക്കാൻ രസം വേണം. ഞാൻ കപ്പിന് വേണ്ടി പോയ ആളല്ല, എനിക്ക് ഗെയിം കളിക്കണം ഓരോ സെക്കൻഡും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്ന് അത്രയും ദിവസവും എനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടിയത്. ഉമ്മയ്ക്ക് കത്തെഴുതുന്ന ഒരു ടാസ്കിൽ ജാസ്മിൻ പറയുന്നുണ്ട്, ഉമ്മ ഞാൻ വിചാരിച്ചതുപോലല്ല ഇവിടെ, കുറെ ആളുകൾ എന്നെ ചതിക്കുന്നുണ്ട്, എനിക്ക് ആരെയും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഫിറോസ് ഖാൻ ആ ബിഗ് ബോസിൽ പോയൊരു വ്യക്തി എന്നല്ല ഞാൻ ചോദിക്കുക, നമ്മൾ ഈ പറയുന്ന പോലെ അല്ലേ ശരിക്കും അതിൻ്റെ അകത്ത്? ഒരിക്കലും അല്ല. നമ്മൾ പുറത്തിരുന്ന് കാണുന്നത് പോലെയല്ല ബിഗ് ബോസ് ഷോ. അത് ആദ്യം മനസ്സിലാക്കുക. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സായി എന്ന കണ്ടസ്റ്റന്റ്. സായി കാറിൻ്റെ അകത്ത് കിടുക്കൻ. അതായത് അദ്ദേഹം, നമ്മൾ അദ്ദേഹത്തിനെ കുറ്റം പറയല്ല, പക്ഷെ ഒരു യാഥാർത്ഥ്യമാണത്. അദ്ദേഹം ഓരോ ബിഗ് ബോസിനെ കുറിച്ചുള്ള റിവ്യൂ ഇടുന്ന ആളാണ്. പുറത്തിരുന്ന് അത് ചെയ്യാമായിരുന്നു, ഇത് ചെയ്യാമായിരുന്നു ഒക്കെ പറയുന്ന ഒരാളാണ് ഒരു കാറിനുള്ളിരുന്ന്. പക്ഷെ അകത്ത് പോയിട്ട് എന്താണ് പുള്ളി ചെയ്യുന്നതെന്ന് ഒന്നും മിണ്ടുന്നില്ല. ദാറ്റ്സ് ഓൾ. അത് അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ആൾക്കാരുടെ ഒരു ഷോ ആണ്. ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നത്, ക്ഷമ വേണം, 100% ക്ഷമ വേണം, ക്രൂക്കട്ട് മൈൻഡ് ആയിരിക്കണം, എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കണം.
അത് വേറെ തരം ഒരു ഷോ തന്നെയാണ്. അത് ആദ്യം ഓഡിയൻസ് പോലും അത് മനസ്സിലാക്കുക. അല്ലാതെ നന്മ മരം കളിച്ച് നിൽക്കേണ്ടുള്ള അതിന് ഏറ്റവും വലിയ ഈ മണിക്കുട്ടനെ പോലുള്ളവർക്കൊക്കെ ട്രോഫി കിട്ടുമ്പോഴാണ് എനിക്ക് ആ ഷോയോട് ഒരു പുച്ഛം തോന്നുന്നത്. കാരണം പക്ഷെ അന്ന് മണിക്കൂട്ടിന് ട്രോഫി കിട്ടിയപ്പം എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കൈയടിച്ച വ്യക്തിയാണ് ഫിറോസ് ഖാൻ. അതെ, പിന്നെ എന്തുകൊണ്ട് അത് മാറ്റി പറയുന്നു? അതാ മാറ്റി പറയല്ല, അതിൽ ഈ വിന്നർ എന്നുള്ളൊരു ഒരു ഒട്ടും, അതായത് ഒരു വിൻ ചെയ്യാൻ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത യോഗ്യതയില്ലാത്ത ഒരു മനുഷ്യനാണ് മണിക്കുട്ടൻ എന്ന ഗെയിമർ. ഞാൻ വ്യക്തിയല്ല, വ്യക്തി എനിക്ക് അവിടെ ഞാൻ പോയത് അതായത് ഫിനാലെ നടക്കുന്ന ദിവസം ഞാനൊരു വ്യക്തിയായിട്ടാണ് പോയത്, ഒരു ഗെയിമറായിട്ടല്ല. ഞാൻ ഓൾറെഡി ഔട്ടായി പോയി. ബിഗ് ബോസിൻ്റെ ഇത് കഴിഞ്ഞ് അത് വേറൊരു സ്ഥലത്ത് വെച്ച് നടത്ത ഒരു ഫംഗ്ഷൻ ആയിരുന്നു അത്. ആ ഫംഗ്ഷനിൽ എനിക്ക് മണിക്കുട്ടനെ അവിടെ കാണുന്നത് ഞാൻ ഗെയിമല്ല. ഞാൻ ഇറങ്ങിയ ശേഷം ബിഗ് ബോസ് എന്നുള്ള സാധനം പോലും ഞാൻ കണ്ടിട്ടില്ല, മനസ്സിലായി. അപ്പോൾ ഞാൻ അവിടെ മണിക്കുട്ടൻ എന്ന വ്യക്തിയാണ് കൈയടിച്ചത്, ഗെയിമറെ അല്ല, മനസ്സിലായി. അവിടെ യഥാർത്ഥത്തിൽ വിൻ ചെയ്യാൻ യോഗ്യതയുള്ള ഒരു ഗെയിമർ എനിക്ക് ശേഷം ഡിംപിൾ ബാലായിരുന്നു. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? എനിക്ക് അംഗീകരിക്കാൻ പറ്റും. ബാക്കിയുള്ള അച്ഛന്റെ മരണശേഷമല്ലേ പോയത്? അതെ, അങ്ങനെ പോവായിരുന്നു. ഡിംപിൾ ബാൽ ഉണ്ടായിരുന്നെങ്കിൽ വിന്നർ ആകുമായിരുന്നു. വിന്നർ ആകാൻ യോഗ്യതയുള്ള അവിടെ പവർഫുള്ളായിട്ട് ഡേ 1 മുതൽ നിന്ന് ഗെയിം ചെയ്ത, ഡേ 1 മുതൽ പവർഫുള്ളായിട്ട് ഈ ബാക്കിയുള്ള അത്രയും ദിവസവും നിന്ന് ഗെയിം ചെയ്ത ഒരേ ഒരാൾ ഡിംപിൾ ബാലാണ്. മണിക്കുട്ടനെ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 60 ദിവസവും അവൻ ഐസ് ബാഗും തൂക്കി ബാക്കിയുള്ളവരുടെ ഗെയിം പഠിച്ചിട്ട് പതുക്കെ പമ്മി ഇരുന്നിട്ട് ലാസ്റ്റ് ഒന്ന് അനങ്ങിയത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു ഷോയിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച് പുറത്ത് പോയിട്ട് തിരിച്ച് അവരെ കൊണ്ടുവന്ന് പ്രൈസ് കൊടുക്കുകയാണ്. അതാണോ എൻ്റെ ന്യായം? ഡിംപിളിന്റെ പേര് പറയുമ്പോൾ ആ സീസൺ കണ്ടാ അറിയാം, ഏറ്റവും കൂടുതൽ ചൊറിഞ്ഞൊരു വ്യക്തി ഫിറോസ് ഖാനാണ്. അതെ, എന്നിട്ടും ഡിംപിളിന്റെ പേര് പറയുന്നുണ്ട്. അതെ, എൻ്റെ ഇപ്പോഴും വെളിയിൽ ഏറ്റവും നല്ല ഫ്രണ്ടാണ് അവൾ ഡിംപിൾ. അതിനകത്ത് അത് ഗെയിമാണ്. ബിഗ് ബോസ് എന്നത് ജീവിതമല്ല, അതൊരു ഗെയിമാണ്. റിയാലിറ്റി ജീവിതം ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ കാണാൻ പഠിക്കണം ആദ്യം, മനസ്സിലായി. അത് പലരും പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് നമ്മളെ സീസൺ മുതൽ ഇപ്പോഴുള്ള സീസൺ, ഈ 6 സീസൺ വരെയുള്ള ഇതിലും പല കണ്ടസ്റ്റൻസും പരസ്പരം കണ്ടാൽ മിണ്ടില്ല. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാറാണല്ലേ, മിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഫിറോസ് ഖാന്റെ ബന്ധം അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ സീസൺ 6 ഒട്ടും യോഗ്യതയില്ലെന്ന് ഫിറോസ് ഖാന് തോന്നിയ വ്യക്തികൾ ആരൊക്കെയാണ്? എല്ലാവരും. ഒരു യോഗ്യതയുമില്ല, ഒറ്റ യോഗ്യതയില്ലാത്ത എല്ലാ എണ്ണത്തിനും ഗെയിം അറിയാത്ത കുറേ എണ്ണത്തിനെ പിടിച്ചിട്ടിരിക്കുന്നത്. പക്ഷേ ഉള്ളതിൽ ഭേദമായി ജാസ്മിൻ കളിച്ചേന. അവൾ ആ വൃത്തികെട്ട ലവ് സ്ട്രാറ്റജി ഇല്ലായിരുന്നെങ്കിൽ കളിച്ചേനെ ഉറപ്പായിട്ട് നല്ല ഒറ്റയ്ക്ക് നിന്ന് ഡേ 1 മുതൽ ഒറ്റയ്ക്ക് നിന്ന് 100 ഡേയ്സ് വരെ വന്ന് വിൻ ചെയ്യാൻ പൊട്ടൻഷ്യലുള്ള ഒരു ഗേളാണ് ജാസ്മിൻ. പക്ഷെ അവൾ ആ പ്രണയ സ്ട്രാറ്റജി എടുത്ത് പാളിപ്പോയി. അവൾ എന്താണ് അതിന് ഓപ്പോസിറ്റായിപ്പോയി. ഒരു കണ്ടസ്റ്റൻ്റ് എങ്ങനെ ആകരുത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ജാസ്മിൻ.